പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി നയനയോട് പറയുന്നുണ്ടായിരുന്നു, അമ്മായിയമ്മ പറയുന്ന വാക്കുകളല്ല, ഭർത്താവ് തരുന്ന ആത്മവിശ്വാസമല്ലേ നമുക്ക് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നിനെക്കുറിച്ച് ആലോചിക്കുകയൊന്നും വേണ്ട, അതല്ലാതെ മോളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയും, ഒന്നുമില്ല ഇളയമ്മേന്ന്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൾ പറയണം കേട്ടോ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നലെ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോള് പെട്ടെന്ന് അമ്മയാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ നവ്യയ്ക്ക് നല്ലൊരു കുഞ്ഞിനെ കിട്ടാനും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തുലാഭാരം നടത്തിയിട്ടുണ്ട്, അവൾക്ക് നല്ലൊരു ഉണ്ണിക്കണ്ണനെ കിട്ടും എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ അനന്തപുരിയിൽ കുട്ടികളുടെ കാലമാണ്, അവിടുത്തെ കളിയും ചിരിയും ഒക്കെ അങ്ങനെ ഇവിടെ കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുവിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ ഇന്ന് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെ ഒരു ദിവസം ഒരു നേരെങ്കിലും വിളിക്കാതിരിക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എന്തായാലും കിട്ടുന്നില്ല കേട്ടോ. അവളുടെ ഇങ്ങനെ ശബ്ദം ഒരു നേരെങ്കിലും കേൾക്കണം, അല്ലെങ്കിൽ ഒരു മനസ്സിന് വല്ലാത്തൊരു ഇതാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നയനിയാണെങ്കിൽ ഇങ്ങനെ റൂമിൽ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വന്നിട്ട് എന്താണെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നയനയുടെ കയ്യിൽ തട്ടിയിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നയന ബെഡിൽ നിന്ന് എണീറ്റിട്ട് അവിടെ എണീറ്റ് നിന്നിട്ട് ഒന്നുമില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ വാക്കുകൾ നിന്നെ വിഷമിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരുടെ അടുത്തു നിന്നും ഒരു നന്ദിയൊന്നും പ്രതീക്ഷിച്ചല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നിടത്തോളം കാലം എനിക്ക് ആദർശേട്ടൻ അന്യനൊന്നും അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ മഹത്വം ഞാൻ നിലനിർത്തിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഉള്ള ഒരു എക്സാമ്പിളായിരുന്നു നീ. ഇങ്ങനെ ഒരാണിന് മുന്നിലും ഇങ്ങനെ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു പെണ്ണല്ലായിരുന്നു നീ. നീ ഇങ്ങനെ സെൻറ്റിമെൻ്റലാവുന്നത് മോശമാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഏത് കരുത്തുള്ള ആണും പെണ്ണും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചാൽ സെൻറ്റിമെൻ്റലാവും എന്ന് പറയുകയാണ്. അപ്പോൾ നിന്നെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് ഞാൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ആദർശേട്ടനോട് വീണ്ടും പറയുകയാണ്, ഞാൻ ഇങ്ങനെ വിവാഹത്തിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ കോടികളുടെ പുറത്തിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നപ്പോഴും ഞാനും എൻ്റെ നന്ദുവും എല്ലാം ഇങ്ങനെ അച്ഛൻ്റെ കൂടെയാണ് നിന്നിരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതൊക്കെ വീട്ടിൽ കടമൊക്കെ ഒന്ന് തീർത്തിട്ട് നന്ദുവിനെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയിലാക്കണം, അതിനുശേഷമൊക്കെ വിവാഹത്തെ പറ്റി ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറയുകയാണ്. പിന്നീട് അതൊക്കെ കേട്ട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരൻ എൻ്റെ ചേച്ചിയും അമ്മയാണെന്ന് പറയാണ്. അപ്പോൾ നിനക്ക് ഇപ്പം എന്താ ആർട്ട് ഗ്യാലറിയിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കേണ്ട ആളല്ലേ, അതല്ലേ അതിൻ്റെ ശരി എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഇങ്ങനെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ട്, നിനക്ക് അഹങ്കാരം ഇല്ല എന്ന് മാത്രം നീ പറയരുത്. അന്ന് നയന ആദർശിൻ്റെ മുഖത്തടിച്ച കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതങ്ങനെ സംഭവിച്ചു പോയി, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എന്നെ ഇങ്ങനെ കർണത്തടിച്ചാലും ഞാൻ തിരിച്ച് തന്നെ അടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി നിന്നെ ഞാൻ കർണത്ത് എങ്ങനെ അടിച്ചാലും നീ എന്നെ തിരിച്ചടിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇല്ല എന്നിങ്ങനെ നയനിങ്ങനെ തല കുലുക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ അങ്ങ് ഒന്ന് തരട്ടെ എന്ന് പറയുമ്പോൾ നയന ആന്നിങ്ങനെ തലയാട്ടിക്കൊണ്ട് പറയും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുമെന്ന് പറയുമ്പോൾ ഒരു ചിരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ രണ്ടുപേരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഒരിക്കലും ഇങ്ങനെ കൈ ഉയർത്തിയ ഒരു പെൺകുട്ടിയിലെയും തല്ലില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് മുത്തശ്ശൻ നിങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടല്ലേ മുത്തശ്ശൻ നിങ്ങളെ വളർത്തിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അനിയാണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, നന്ദാവനത്തിലേക്ക് വന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ആരും തുറക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി പേട്ടത്തിൻ്റെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എന്താ ആരും ഫോൺ എടുക്കാത്തത്, അവരിപ്പോൾ ഇനി ഇങ്ങോട്ടെങ്കിലും യാത്ര പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിനോട് പറയുമല്ലോ, ഏട്ടത്തി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്. ഏട്ടത്തിനെ വിളിക്കാനാണെങ്കിൽ ഫോണും കയ്യിലില്ലല്ലോ, ഇനിയിപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് നയനയാണെങ്കിൽ ആദർശിൻ്റെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ അയൺ ചെയ്യാനൊക്കെ ആൾ വരുന്നുണ്ടല്ലോ, മോൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾക്ക് ഇങ്ങനെ ആദർശിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വലിയ ഇഷ്ടമാണെന്ന് മുത്തശ്ശിക്ക് അറിയാം. മോളുടെ കടമയെല്ലാം ചെയ്യുന്നുണ്ട്, അത് എല്ലാം ചെയ്യുന്നുണ്ട്, മോളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ മോൾ ആദർശിനെ സ്നേഹിക്കുന്ന അത്രയും ആദർശ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ.
പിന്നീട് നൈനിയാണെങ്കിലും ആദർശം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ അനുഭവിച്ച ടെൻഷനും ഇതൊക്കെ എത്രയാണെന്ന് മുത്തശ്ശിക്ക് അറിയോ? അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആ ഡോക്ടർ ഇങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നിഷേധിച്ച കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ആരുടെ കയ്യിലും ഇങ്ങനെ പണമൊന്നും ഇല്ലാതിരിക്കില്ല, ആരും ഇങ്ങനെ പണം കയ്യിൽ കൊണ്ട് നടക്കുകയൊന്നും ചെയ്യില്ല. എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാ ഇടപാടുകളും നടക്കും. എനിക്കും അതും ഇല്ലാതായി പോയി എന്നൊക്കെ പറയണം. അപ്പോൾ ആദർശ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ദേവയാനി നൈനയോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ ഇന്നലെ ആദർശിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിനുള്ള കാരണക്കാരൻ മോൻ്റെ അമ്മ തന്നെ ആവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നൈനയോട് ചോദിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ നൈനേനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ട്. പിന്നീട് നൈനിയാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ആദർശേട്ടന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഡോക്ടറെ സത്യം പറഞ്ഞാൽ കൊല്ലുമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭർത്താവിന് വേണ്ടിയിട്ട് ആണ് എപ്പോഴും ഭാര്യ ഇങ്ങനെ എല്ലാം ചെയ്യേണ്ടത്, ഇങ്ങനെ ജീവൻ കൊടുത്തും അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നൈനിയാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ ജീവനേക്കാൾ വലുതല്ലല്ലോ ഒന്നെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ കുഞ്ഞ് ജനിച്ച് കഴിയോളം, കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ പിന്നീട് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും, ഒരു പടി ചിലപ്പോൾ കുഞ്ഞായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അവിടെ കൂടെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആദർശിനോടാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾക്ക് പേരക്കുട്ടികളെ തരില്ല എന്നാണോ രണ്ടുപേരും തീരുമാനിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും നൈനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് മോളുടെ വയറ്റിലെങ്കിലും ഒരു കുഞ്ഞ് വേണ്ടേ, മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൈനേനെ ഇങ്ങനെ ഇതൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നൈനയാണെങ്കിലും ഇതെല്ലാം കേട്ട് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ആദർശമാണെങ്കിലും നൈന പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുകയാണ് കേട്ടോ. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇന്നലെ ഇങ്ങനെ അവളുടെ കയ്യിലൊരു പണം ഇല്ലാത്തതുകൊണ്ടല്ലേ ഡോക്ടർ ചികിത്സിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അവളുടെ കയ്യിൽ ഇനിയിപ്പോഴും പണം ഉണ്ടാവണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ ആദർശം എടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെ ഇപ്പോൾ അവളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ, ആ ഒരു സീനെ അവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആദർശ്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ എസ് ഐയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കനക കൂടെ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ, ഇന്നലെ രാത്രി ഇവിടെ മുഴുവൻ ഇരിക്കുകയായിരുന്നല്ലോ, രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഭാര്യ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മോളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാനുള്ള ശക്തി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറയാണ്. അതിനിങ്ങനെ മക്കളെ നന്നായിട്ട് വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും അത് ഇങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല, എന്തായാലും കോടതിയിലേക്കും അതുപോലെ തന്നെ ജയിലിലേക്കും ഒക്കെ പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനോട് അവിടെ നിന്ന് പോകാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്ത് പറിച്ചില്ല സാറേ അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ നീ ആരടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറ് അനന്തമൂർത്തി ജ്വല്ലറീസ് എന്ന് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടുത്തെ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണെന്ന് പറയുമ്പോൾ എസ് ഐക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പുതിയ ആളെ ഇറക്കിയതാണോ, കള്ളം പറഞ്ഞിട്ട് മോളെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അത് കൊച്ചുമോനാണെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് വിശ്വാസമില്ല. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ മുത്തശ്ശനെ തന്നെ വിളിക്കാം, ഞാൻ കൊച്ചുമോനാണെന്ന് ചോദിക്കാമെന്ന് പറയണം. അപ്പോൾ അതൊന്നും വേണ്ട സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിനെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്താണ്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇനിയിപ്പോൾ നന്ദുവിനെ വിടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് കേസ് തന്നവരെന്നെ അത് പിൻവലിക്കണം എന്ന് പറയുമ്പോൾ ആ പയ്യൻ നേരിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പയ്യനെ വിളിക്കുന്നുണ്ട്, രാകേഷ് വാടാ നീ തന്നെ അങ്ങ് പറയുമെന്ന് പറയണം. അപ്പോൾ അങ്ങനെ കേസൊന്നുമില്ല, നന്ദുമല്ല അയാളെ അടിച്ചിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ നിൻ്റെ കണ്ണ് എന്താ മഞ്ഞളിച്ച് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളോടും ഇങ്ങനെ പയ്യനോടും ഇങ്ങനെ ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, തലയ്ക്ക് അടി കെട്ടിയപ്പോൾ അവൻ്റെ കണ്ണിൽ ഇരുട്ടി കയറിയതാണെന്നൊക്കെ പറയാണ്, ആൾ മാറിപ്പോയതാണെന്ന് പറഞ്ഞ് എന്തായാലും കേസില്ല എന്ന് പറയാണ് കേട്ടോ. പിന്നീട് നന്ദുവിനെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോവിന്ദനാണെങ്കിലും അനിയനോട് ഇങ്ങനെ അനീൻ്റെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ കൈ കൂപ്പാണ് കേട്ടോ. അപ്പം അതൊന്നും വേണ്ട എന്താ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അനിയാണെങ്കിലും പറയുന്നുണ്ട്, അച്ഛൻ്റെ 2 മക്കളും ഇപ്പോൾ അനന്തപുരിയിലെ മരുമക്കളല്ലേ, അപ്പം ഞങ്ങൾ ഇത്രയെങ്കിലും സഹായം ചെയ്യണ്ടേ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നന്ദുവിന് ഇങ്ങനെ ലോക്കപ്പൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ പുറത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്നെ അവരുടെ മുന്നിലൂടെ കോടതിയിലേക്ക് കൊണ്ടുവരുത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവരൊക്കെ പുറത്തുണ്ടെങ്കിലും ഇങ്ങനെ കോടതിയിലേക്കൊക്കെ ഇങ്ങനെ സ്റ്റേഷൻ്റെ മുന്നിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അവിടെ പുറത്തുള്ളവരൊക്കെ നിന്നെ കാണുമെന്നൊക്കെ പറയണം, എന്തായാലും ഇപ്പോൾ പോകാൻ പോകുന്നത് എസ് ഐയുടെ മുന്നിലേക്കാണെന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അനി എസ് ഐയും കൂടെ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
എസ് ഐ ആണെങ്കിൽ അനീനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് മൂർത്തീസ് ജ്വല്ലറീസിൽ നിന്ന് ഇങ്ങനെ 2.5 പവൻ്റെ ഒരു ചെയിൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ എന്തായാലും വിശ്വസിച്ച് വാങ്ങാം, 916 തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അത് ഗോൾഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് പറയാണ്. പിന്നീട് നന്ദു അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ആ പയ്യനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയാണ് കേസ് കൊടുത്തത്, പക്ഷേ പോലീസ് വന്നപ്പോൾ എനിക്ക് നിനക്കെതിരെ മൊഴിയും കൊടുക്കേണ്ടി വന്നു, ഇപ്പോൾ എന്തായാലും കേസൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും. പിന്നീട് എസ് ഐ ആണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, എപ്പോഴും ഇതുപോലെ ആരും ഇങ്ങനെ രക്ഷിക്കാനൊന്നും വരണമെന്നൊന്നുമില്ല, ഇനിയിപ്പോൾ ഇതുപോലെ ഉണ്ടാവാതെ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ആ സമയത്ത് എസ് ഐ ആണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പുറത്ത് ഇങ്ങനെ ജീവിക്കാന്നൊക്കെ പറയാണ്. പിന്നീട് അനിയാണെങ്കിലും നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്നെ വിളിച്ച് പറയാനായിട്ട് പറയണ്ടേ, എന്നാൽ നിനക്ക് 1 മണിക്കൂർ പോലും സ്റ്റേഷനിൽ കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ, ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് എന്തായാലും നന്ദു ഇങ്ങനെ ഗോവിന്ദനോട് അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ ഇങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മ റോഡിൽ തന്നെ നിൽക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.